പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, നോമ്പൊക്കെ കഴിഞ്ഞത് വീണ്ടും എങ്ങനെയാ? ഓൾഡ് ചങ്കരൻ ഈ സ്റ്റിൽ ഓൺ കോക്കനട്ട് ട്രീ. പണ്ടത്തെ ചങ്കരൻ പഴയ പോലെ പോയോ? പ്രിയ സഹോദരങ്ങളെ നോക്കിയേ, ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള സീസണാണ് കേട്ടോ. കുറേ കൂടി ഉണർവോടും പ്രാർത്ഥനയോടു കൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറേ പേരൊക്കെ സ്വാഭാവിക വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാകും. നമ്മൾ പരമാവധി ആത്മീയ ശുശ്രൂഷകൾ ഒരു സമയത്ത് നമ്മൾ പൊതുവേ ആത്മീയ മേഖലയിൽ ഒരു ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് അങ്ങോട്ട് അത് ഷെയറിങ് ആണെങ്കിൽ ഷെയറിങ്, പിന്നെ പ്രാർത്ഥന, പിന്നെ വരുന്ന വ്യാഴാഴ്ചയിൽ നമ്മുടെ വൺ ഡേ ശുശ്രൂഷയുടെ കാര്യം ഇതൊക്കെ പറഞ്ഞേക്കണം. എവിടെയാണ് നിങ്ങളുടെ സെൻറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് റിട്രീറ്റിന് പറ്റണം. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ കുട്ടികളുടെ ആർമി ഓഫ് ജീസസ് എന്നാണ് കുട്ടികളുടെ ധ്യാനത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. കുട്ടികളുടെ ധ്യാനം, വലിയവരുടെ ധ്യാനമൊക്കെ നമുക്ക് ഈ ഏപ്രിൽ മാസത്തിലുണ്ട് കേട്ടോ. നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അച്ഛൻ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 1 യോഹന്നാൻ 4:8. അവിടെ ശരിക്ക് ദൈവത്തിൻ്റെ നിർവചനമാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, 8ാമത്തെ വാക്യത്തിൽ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നിട്ട് പറയാണ്, കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ഡെഫിനിഷനാണ് ദൈവം സ്നേഹമാണ്. ദേവുസ് കാരിത്താസ് എസ്. നമ്മുടെ ബെനഡിക്റ്റ് പാപ്പയുടെ ചാക്രിക ലേഖനല്ലേ, ദേവുസ് കാരിത്താസ് എസ്. ദൈവം സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നൊരു കാര്യമല്ല. സ്നേഹം എന്നുള്ളത് അത് മനസ്സിൻ്റെ ഒരു അഭിഷേകമാണ്. ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ പോലും, അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടുത്തിയവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവസ്നേഹം. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടട്ടെ. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ടാകും നമ്മുടെ കൂട്ടായ്മയിലും നമ്മളുടെ ബന്ധുമിത്രാദികളിലും, അല്ലെങ്കിൽ ചില പാർട്ടീഷൻ്റെ ടൈമിലൊക്കെയാണ് ശരിക്കും ഇത് മനസ്സിലാവുക നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.